ഓക്കെ, ഇതാണ് കേട്ടോ 50 രൂപേൻ്റെ ഊണ്. ഒഴിക്കാൻ 3-4 കൂട്ടം വേറെ ഉണ്ട്. ഇനി സ്പെഷ്യൽ മേടിക്കുന്നവർക്കാണെങ്കിൽ ഇതേ 50 രൂപയ്ക്ക് ബീഫ്, 30 രൂപയ്ക്ക് വറുത്ത മീൻ, 50 രൂപയുടെ ഇത് ചിക്കനാണ്, ഇത് പോർക്ക്. ഇതാ മാങ്ങയിട്ട് വെച്ച ഒരു മീനിൻ്റെ ഗ്രേവി, പിന്നെ പുളിശ്ശേരി ഉണ്ട്, സാമ്പാറുണ്ട്, ഇച്ചിരി പച്ചമോര് വേണമെങ്കിൽ അതുകൊണ്ട്. ശരിക്കും മുതലാവുന്നുണ്ടോ? മുതലാവുന്നുണ്ട്. എന്നാലും ഒരുപാട് ലാഭമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം. അങ്ങനെ ഒരുപാട് ലാഭം പ്രതീക്ഷിക്കണില്ല. അതെ, വീടായോണ്ടല്ലേ. അതെ, വിറകടുപ്പിലാണ് അത്യാവശ്യം പാചകങ്ങളൊക്കെ. മീൻ മാത്രമാണ് സ്റ്റവിൽ വറക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, ചിക്കൻ, കക്കത്തോരനൊക്കെ അടുപ്പിൽ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ദേ ഇതിപ്പോൾ സിലോപ്പി പുരട്ടി വെച്ചേക്കുവാണ്. സിലോപ്പി, തിലോപ്പിയ, ഫിലോപ്പി, ഇങ്ങനെ പല പല പേരുകളിലുള്ള ആളാണ്. ഓക്കെ, ഇതാ ബീഫ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബീഫിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങടേക്ക് ഉരുളക്കിഴങ്ങും ഏത്തക്കായൊക്കെ ഇട്ടിട്ടുള്ള കറികളുണ്ടല്ലോ, ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട് അങ്കമാലിയിൽ പോയുമ്പോൾ. അപ്പോൾ ഇത് അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വെക്കുന്ന ബീഫാണ്. ഇതാ ഇവിടെ വന്നാൽ നല്ല പോർക്ക് ഫ്രൈ കിട്ടും കേട്ടോ. അത് കിടന്ന് വേവണം കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കി, വേവ് നോക്കുന്നത് ആദ്യം ഞാനാണ്. നല്ല രസമുണ്ട് കഴിക്കാൻ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ എറണാകുളം ജില്ലയിലാണ് കേട്ടോ. ഈ സ്ഥലത്തിന് പറയുക പേട്ട എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മെട്രോയൊക്കെ പോണതൊക്കെ കാണാം. സിറ്റിക്കകത്ത് തന്നെയാണ്. ഇവിടെ ഒരു സ്വാമീസ് കഫേയൊക്കെ ഉണ്ട്. അതിനോട് ചേർന്നായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഒരു വീട്ടിലെ ഊണ് കൊടുക്കുകയാണ്. അപ്പോൾ വിപിനും ചിഞ്ചും കൂടെയാണ് ഊണെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നത്. ഊണിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ 50 രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത്. എറണാകുളം പോലെ ഒരു സിറ്റിക്കകത്ത് 50 രൂപയ്ക്ക് ഊണ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ സ്പെഷ്യലുണ്ട്. മീൻ വറുത്തതൊക്കെ 30-40 ആ ഒരു റേഞ്ചിലാണ്. പിന്നെ ബീഫ്, ചിക്കൻ, പോർക്ക് ഇതൊക്കെ 50 രൂപയ്ക്ക്. അപ്പോൾ എന്തൊക്കെ സ്പെഷ്യൽ മേടിച്ച് ഊണ് കഴിച്ചാലും ഇവിടെ എന്താണ് 50 രൂപയുടെ സ്പെഷ്യലുകളാണല്ലോ അല്ല. അപ്പോൾ ഊണും കൂടെ ചേർത്ത് 100 രൂപയ്ക്ക്. അപ്പോൾ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇപ്പം എത്ര വർഷമായി ഊണ് കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഒരു 5 വർഷത്തോളമായി. കൊറോണയാണോ നമ്മളെങ്ങനെ ചിന്തിപ്പിക്കുന്നത്? അതെ, കോവിഡ് വന്നപ്പോഴത്തേക്കും തുടങ്ങിയതാണ്. പിന്നെ അപ്പോൾ ചെറിയ രീതിയിലായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടി വിപുലീകരിച്ചു. ഇപ്പൊ 50 രൂപയ്ക്ക് ഊണ് കൊടുക്കണേ. 50 രൂപ തുടങ്ങിയപ്പോൾ 70 ആയിരുന്നു. അപ്പോൾ ഊണും മീൻ വറുത്തതും കൂടിയായിട്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണത് 50 ആക്കിയിട്ട് പിന്നെ സ്പെഷ്യൽ വേറെ ആക്കിയത്. എന്തൊക്കെ ഇന്നിപ്പോൾ ഉള്ളത് സ്പെഷ്യലായി? ഇന്ന് കൊഴുവ ഫ്രൈ ഉണ്ട്, കക്ക ഫ്രൈ, മത്തി ഫ്രൈ, പിന്നെ പിലോപ്പി ഫ്രൈ, പിന്നെ ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റും, പിന്നെ പോർക്ക് റോസ്റ്റും, പിന്നെ അയില പൊള്ളിച്ചതും. ഇതൊക്കെ എല്ലാ ദിവസവും ഉള്ളതാണ്? എല്ലാ ദിവസവും ഉള്ളതാണ്. നിങ്ങൾ രണ്ടുപേരാണ് മെയിൻ ഷെഫ്, അവിടെ നിന്ന് പണിയുന്നുണ്ട് കേട്ടോ. ഇതൊരു ഇഷ്ടം കൂടി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതൊരു പാഷൻ കൂടി ആളുകൾക്കാണ്. അല്ലെങ്കിൽ ഇതൊരു വലിയ ചടങ്ങായി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കലായിരുന്നു. പിന്നെ ഞാൻ ഇതൊന്നും കൂടി ഇതാക്കിയപ്പോൾ ഹസ്ബൻഡ് ഓട്ടോ നിർത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിലേക്ക് പറഞ്ഞു. രാവിലെ 5 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. എത്ര മണി വരെ ഇവിടെ ഊണുണ്ടാവും? ഉച്ചക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 3 മണി. 3 മണിയാകുമ്പോൾ ഞങ്ങൾ കഴിവതും നിർത്തും. പിന്നെ ഞങ്ങൾക്ക് വൈകിട്ട് സ്നാക്സ് ഉണ്ട്, പഴംപൊരി, സമൂസ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ജോലി തുടങ്ങേണ്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് 3 മണിയാകുമ്പോൾ കഴിവതും ഞങ്ങൾ നിർത്തും. ഇതേ പേട്ടയിലാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ റോഡിന് പറയാം മുക്കൂട്ടിൽ ടെമ്പിൾ റോഡ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിവിടെ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അതേ ഊണിൻ്റെ കൂടെ ഞാനിപ്പോൾ മാങ്ങയിട്ട മീൻകറി ഉണ്ട്. എന്നാലും ഇവിടുത്തെ മോര് കണ്ടപ്പോൾ, മോര് മീൻസ് പുളിശ്ശേരി കണ്ടപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പുളിശ്ശേരി ഒഴിച്ചിട്ടാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ മാങ്ങച്ചാറുണ്ട്, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയുണ്ട്, മീനച്ചാറുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ഞാൻ ഈ കാണിച്ച 3 കൂട്ടം കൂടെ വേറെ എക്സ്ട്രാ ഒഴിക്കാനുണ്ട്. അപ്പോൾ 50 രൂപയുടെ ഊണായാൽ പോലും മതി ശരിക്കും. സ്പെഷ്യലൊന്നും വേണമെന്നില്ല. സ്പെഷ്യൽ മേടിച്ചാലും ഞാൻ ഈ പറഞ്ഞില്ലേ, എല്ലാം കൂടി 100 രൂപ തന്നെ അപ്പോഴും ആവണല്ലോ. നല്ല പുളിശ്ശേരി കേട്ടോ. അങ്ങനെ ഈ പൈനാപ്പിൾ, മാമ്പഴം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് മോരുകറി വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. ഒരു ചെറിയൊരു മധുരം, അങ്ങനത്തെ മോരുകറി ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി ഇതാ എനിക്കിഷ്ടപ്പെട്ട മീൻ ഇതായതുകൊണ്ട് ഇതാ മേടിച്ചത്. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, സിലോപ്പി ഉണ്ട്, മത്തി വറുത്തതും ഉണ്ട്. എനിക്ക് കൊഴുവേനോടുള്ള ഇഷ്ടം കൊണ്ട് ചിക്കനും ഉണ്ട് കേട്ടോ. നോക്കി ചെറിയ പീസാക്കിയിട്ടാൽ നല്ലൊരു ഗ്രേവി ആട്ടോ ഇവിടെ എല്ലാത്തിൻ്റെ. ഈ ഒരു മസാല
ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ കറിയും ഇവിടെ വെച്ചിട്ട് ആദ്യം ഞാനാണ് കഴിച്ചു നോക്കിയത്. നമ്മളൊരു 10:30 ആയപ്പോഴേക്കും 10 മണിക്കേ ഇവിടെ എത്തി. ഞാൻ പിന്നെ 10:30 ആകുമ്പോഴേക്കാണ് ഇവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒഴിച്ചുകറികൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാനിങ്ങനെ എനിക്ക് കയ്യിൽ തന്ന് വിപിൻ അവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് തരും. ഞാനാണ് വേവ് നോക്കിയത്, ഞാനാണ് ഉപ്പ് നോക്കിയത്. എല്ലാ കറികളും ഇവിടുത്തെ ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. നല്ലൊരു രസമുള്ളൊരു ഗ്രേവിയാണ്. പ്രത്യേകിച്ച് ഇവർ ഗരം മസാലയും കുരുമുളകും എല്ലാം ഇവർ തന്നെ പൊടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറാണ്, നല്ല രസമുണ്ട്. മൊത്തത്തിൽ എല്ലാ ഭക്ഷണം ശരിക്കും ഇതുപോലൊരു സ്ഥലത്തെ സിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ എന്ന് വെച്ചാൽ ഊണിന് പൈസ കൂടും, അന്തരീക്ഷം മാറും, ഒരു എന്താ പറയുക കുറച്ച് തിരക്ക് ഒക്കെയാണ്. പക്ഷെ ഇവിടെ കുറച്ച് ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ ഈ ഊണ് കഴിച്ചിട്ടില്ലെങ്കിലും ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിൽ കായലാണ് കേട്ടോ, മെട്രോ ഒക്കെ പോണത് നമുക്ക് കാണാൻ പറ്റും, കായല. പിന്നെ ഇവരുടെ വീട്ടിലോട്ട് കയറുന്നേടം മുതൽ നിറച്ച് ചെടികളാണ്. അതിൻ്റെ പിന്നിലും വിപിൻ്റെ കൈകളാണ് കേട്ടോ. ഫുള്ള് ചെടികളെന്ന് വെച്ചാൽ ഇതെല്ലാം പൂത്ത് നിൽക്കുക. അപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു സാധനമാണ്. ഊണൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം. എന്നെ ആദ്യം അട്രാക്ട് ചെയ്തത് ഇങ്ങോട്ട് കയറി വരുമ്പോഴുള്ള ഈ കാഴ്ചകളാണ്. ഭയങ്കര ഭംഗിയായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ അവർ അതുമൊക്കെ നോക്കുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ശരിക്കും 50 രൂപയ്ക്ക് നല്ലൊരു ഊണാണ് കേട്ടോ. കഴിച്ചേച്ച് നിൽക്കുക. പിന്നെ ഇപ്പോൾ ഇച്ചിരി തിരക്കൊക്കെ വരാൻ തുടങ്ങി, കാരണം 1:30 മണി കഴിഞ്ഞു. പിന്നെ നിങ്ങളപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചെറിയ പൈസയ്ക്ക് വയറ് നിറയ്ക്കാൻ പറ്റുന്ന ഒരിടം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. മാത്രമല്ല അത് അവർ വീട്ടിൽ തന്നെ നടത്തുന്ന ഒരു സംരംഭമാണ്. വീട്ടിലുള്ള കുഞ്ഞുങ്ങളും എല്ലാവരും കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അതിനകത്ത് വേറെ മറ്റ് മായങ്ങളൊന്നും ചേരില്ല എന്നുള്ളൊരു ഉറപ്പും കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പേട്ടയാണ് സ്ഥലം, എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.